ഗൈസ്, എല്ലാവർക്കും നാദുസ്വറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് വേണ്ടത് ചിക്കനാണ്. എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ വേണം കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് മല്ലിയിലയാണ്, കുറച്ച് മല്ലിയില. അത് ജിഞ്ചർ കുറച്ച് ക്രഷ് ചെയ്തെടുത്ത്, ഗാർലിക്ക് കുറച്ച് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ റെഡ് ചില്ലി, പിന്നെ ഒരു സവാള, ഒരു മൊത്തം വേണം കേട്ടോ. ഒലിവ് ഓയിലും പിന്നെ ഉപ്പുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം. മോമോസിന് വേണ്ടി ഉള്ള മാവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ലോണം ആക്കി കൊടുക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സി ക്രഷ് ചെയ്യുന്ന പരിപാടിയിലേക്ക്. അപ്പോൾ നമ്മുടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ ചിക്കനൊക്കെ. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിങ്സ് മൊത്തത്തിൽ റെഡിയാക്കാം. ഇനി അടുത്തത് നമുക്ക് സവാള, പിന്നെ നമ്മൾ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, പിന്നെ ഗ്രീൻ ചില്ലി ഒക്കെ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പൊ ചിക്കനും കാണാൻ പോലും പറ്റുന്ന കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ മോമോസിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച മോമോസിന്റെ ഷീറ്റ് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അമർത്തി 2 കപ്പ് മൈദയില് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ് ഈ മാവ്. ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ വയസ്സ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് 3 എണ്ണം ഈ ഒരു ഷീറ്റിന് കിട്ടിട്ടോ. നമുക്കിത് ചെയ്തെടുക്കാം. ഒക്കെ റെഡിയാക്കി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റോളം ഇഡലി ചെമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റോളം ആവിയിൽ വേവിച്ചിടണം കേട്ടോ. അപ്പോൾ നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ 20 മിനിറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടായിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മോമോസ്. അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്യണ പരിപാടിയായിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ പൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. പറ്റാവുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.